മൈ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ക്ലാസ് 9 സെക്കൻഡ് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സിലെ പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഇതിൻ്റെ മുമ്പത്തെ 2 പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. പിന്നെ നമുക്കതിൽ തേർഡ് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് we have seen how we can go and drawing right angle triangles like this. ഇങ്ങനത്തെ കുറേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നമ്മൾ വരച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്തതാണ് അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ റൈറ്റ് ആംഗിൾസ് ഒരുപാട് കണ്ടതാണ്. ഇനി അപ്പോൾ നമുക്ക് പിക്ചറിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്താണ് ഒരു റൈറ്റ് 1 2 3 4 റൈറ്റ് ആംഗിൾസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റൈറ്റ് ആംഗിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 1 മീറ്റർ തന്നിട്ടുണ്ട്, ബേസ് 1 മീറ്റർ തന്നിട്ടുണ്ട്. അടുത്ത ട്രയാങ്കിളിൻ്റെ ബേസ് തന്നിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡായിട്ട് വരിക. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് പ്രോബ്ലം നമ്മൾ ചെയ്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു പാറ്റേൺ ആണ് ഇതും. അപ്പോൾ ഇതിലെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ എന്ത് വരിക, ആൾട്ടിറ്റ്യൂഡ് വരിക. അടുത്തത് തേർഡ് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അതുപോലെ ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1 2 3 4 ട്രയാങ്കിൾസ് അല്ലേ ഇവിടെയുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 10th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ്, ലെങ്ത്താണ്, സൈഡ്സ് ഓഫ് ലെങ്ത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് എല്ലാ സൈഡിൻ്റെയും 3 സൈഡിൻ്റെയും ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ 10th ട്രയാങ്കിൾ എങ്ങനെ വരുന്ന നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ ഇപ്പോൾ ഞാൻ ഇവിടെ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ അല്ലേ. ഫസ്റ്റ് ട്രയാങ്കിൾ ഇതല്ലേ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വരിക ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ. ഇത് 1 മീറ്റർ തന്നിട്ടുണ്ട് അവർ. ഞാൻ ഇതാണ് വരയ്ക്കുന്നത്, ഈ ഫസ്റ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് 1 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ബേസ് എത്രയാണ്, 1 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ. ബേസിൻ്റെ സ്ക്വയർ പ്ലസ് എയുടെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ബേസും എന്താണ്, ബേസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ബേസ് എത്രയാണ്, 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് അല്ലേ 1 മീറ്റർ, അതും 1 തന്നെയാണ്. അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് 1 പ്ലസ് 1 അല്ലേ. 1 സ്ക്വയറിൻ്റെ ആൻസർ 1 ആണ്, ഈ 1 സ്ക്വയറിൻ്റെ ആൻസറും 1 ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എന്ത് കിട്ടും, റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് 2 എന്ന് കിട്ടും. അത് ഇതല്ലേ നമുക്ക് കിട്ടിയത്. അതായത് ഈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്ര കിട്ടി, റൂട്ട് 2. ഇനി നമ്മൾ നോക്കിയേ, ഈ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. അടുത്ത ട്രയാങ്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതാണ് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരിക അല്ലേ. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഹൈപ്പോട്ടന്യൂസാണ് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡായിട്ട് വരിക, അതായത് ഈ സൈഡായിട്ട് വരിക. ഇത് 1 മീറ്റർ എന്ന് അവർ ഓൾറെഡി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് കിട്ടി, ഈ ബേസും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചൂടെ, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ. ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ കാണാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ കാണാനായിട്ട് എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഇവിടെ ബേസ് എത്രയാണ്, ഇവിടെ ബേസ് 1 തന്നെയാണ് അല്ലേ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഹൈപ്പോട്ടന്യൂസ്, അതായത് മറ്റേ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, അതാണ് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ നമുക്ക് റൂട്ട് 1 സ്ക്വയർ 1 തന്നെയാണ് പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 തന്നെയാണ് അല്ലേ, റൂട്ട് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് റൂട്ട് 3 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി, റൂട്ട് 3. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്ത ട്രയാങ്കിൾ, അതായത് തേർഡ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് പോവുകയാണ്, എന്നിട്ട് അതിൻ്റെ ഓരോരോ
തേർഡ് സൈഡുകൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. നോക്കിക്കേ നിങ്ങൾ, ഈ അടുത്ത ട്രയാങ്കിൾ ഞാൻ വരച്ചു, അതിൻ്റെയും ഇവിടെ 1 മീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ കണ്ടുപിടിച്ച ഈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും ഈ തേർഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഈ സൈഡ് വരിക അല്ലേ. അപ്പോൾ ഇത് √3 എന്ന് കിട്ടി നമുക്ക്. ഇത് 1ഉമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എങ്ങനെ എഴുതാം? b² പ്ലസ് h is equal to √b² പ്ലസ് a² എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, b എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലേ. അപ്പോൾ √1² പ്ലസ് നമുക്ക് എന്ത് കിട്ടും, a² എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √3യുടെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, √3യുടെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് √1² 1 തന്നെ പ്ലസ് √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3, അതായത് നമുക്ക് √1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു √4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി, √4 അല്ലേ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √2, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √3, തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √4. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാലോ, അടുത്ത ട്രയാങ്കിൾ ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? നമുക്ക് വെറുതെ എഴുതിയാൽ മതി. എത്രയായിരിക്കും? ഇത് √4 ആണെങ്കിൽ ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? √5 ആയിരിക്കും അല്ലേ, ഒരെണ്ണം കൂടുതൽ. അടുത്തത് നിങ്ങൾക്ക് പറയാലോ, അടുത്തത് നിങ്ങൾ പറഞ്ഞേ, ഫോർത്ത് ട്രയാങ്കിൾ കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? √6. സിക്സ്ത് ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? √7. സെവൻത്ത് ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? √8. ഇനി എയ്ത്ത് ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? √9. 10th ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? √11. ഇത്രയും മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ 10th ട്രയാങ്കിളിൻ്റെ സൈഡുകളാണ്. അപ്പോൾ 10th ട്രയാങ്കിൾ വരെ നമ്മൾ എത്തി അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇനി ട്രയാങ്കിൾസ് ഒന്നും കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് ഇവിടുത്തെ ഏത് ട്രയാങ്കിൾ വരയ്ക്കാം? 10th ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ 10th ട്രയാങ്കിൾ. അപ്പോൾ 10th ട്രയാങ്കിളിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? ഇത് √11 കിട്ടും അല്ലേ. ഇത് √11 കിട്ടും. ഇതപ്പോൾ എത്രയായിരിക്കും? ഈ സൈഡ് ഇത് √10 ആയിരിക്കുമല്ലോ. ഇത് √10 ആയിരിക്കും. ഇത് 1 മീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ഈസി ആയിട്ട് ഈ 10th ട്രയാങ്കിളിൻ്റെ എഴുതാം. 10th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √11 ആയിരിക്കും. 10th ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് √10 ആയിരിക്കും. ഇനി ഇത് 9th ട്രയാങ്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. 9th ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 9th ട്രയാങ്കിളിൻ്റെ നോക്കിയേ, ഈ സൈഡ് എത്രയായിരിക്കും? √9 ആയിരിക്കും അല്ലേ. ഇത് 1 മീറ്റർ തന്നെ. ഇങ്ങനെ പോവും. ഓക്കെ. അപ്പോൾ 9th ട്രയാങ്കിളിൻ്റെ ഇത് 9th ട്രയാങ്കിൾ, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് √10 കിട്ടും. എപ്പോഴും എത്രാമത്തെ ട്രയാങ്കിൾ ആണെന്ന് നോക്കുക, അതിൻ്റെ ഒന്ന് കൂടുതലുള്ള റൂട്ടായിരിക്കും നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 10th ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ 10th ട്രയാങ്കിൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡുകൾ എന്തൊക്കെ കിട്ടും? സൈഡ്സ് ഏതൊക്കെയാണ്? സൈഡ്സ് നമുക്ക് √10, √11, 1. ഇതാണ് ഏത് ട്രയാങ്കിളിൻ്റെ? 10th. ഇതാണ് നമ്മുടെ 10th ട്രയാങ്കിൾ. 10th ട്രയാങ്കിളിൻ്റെ എന്ത് കിട്ടുന്നത്? സൈഡ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈഡ്സ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ, ഇതിൻ്റെ ലെങ്ത്തുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആൻസറായി. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th. അതായത് 9th-നേക്കാളും 10th ട്രയാങ്കിളിൻ്റെയും പെരിമീറ്റർ തമ്മിൽ ഡിഫറൻസ് എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഹൗ മച്ച് മോർ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഡിഫറൻസ് ആണ് കാണുക അല്ലേ. ഹൗ മച്ച് മോർ ആരുടെ രണ്ട് പെരിമീറ്ററിൻ്റെയാണ്? 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 9th ട്രയാങ്കിളിൻ്റെ ഈ 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒന്ന് പറഞ്ഞേ. 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്? ഇതെന്ന് തന്നെ നമുക്ക് പറയാലോ. 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് √9, √10,
പിന്നെ 1 തന്നെ ബേസ് അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് രണ്ടിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ. എന്താണ് പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ? 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് നമ്മുടെ ഇതൊക്കെയാണ് സൈഡ് 10th √10 + √11 + 1. ഇതാണ് എന്താ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അടുത്തത് 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അത് നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ. അത് എത്രയൊക്കെയാണ്? √9 + √10 + 1 അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹൗ മച്ച് മോർ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് എത്ര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് 10th പെരിമീറ്ററിൽ നിന്ന് ഈ 9th പെരിമീറ്റർ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ എഴുതി മൈനസ് ചെയ്യാം, കാരണം ഇതൊക്കെ റൂട്ടുള്ള നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂസ് ഒന്നും അറിയാത്തത് കൊണ്ട് നമുക്കൊരു ഇങ്ങനെ തന്നെ എഴുതിയിട്ട് മൈനസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ 9th പെരിമീറ്റർ എഴുതാം. അതായത് √10 + √11 + 1. ഇതാണല്ലോ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇത് മൈനസ് ചെയ്യണം അല്ലേ. √9 + √10 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതാണ് 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ നമ്മൾ അതുപോലെ പ്ലസ് ഇട്ടിട്ട് തന്നെ എഴുതി, കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇത് 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്ന പോലെ എഴുതുക? ക്യാൻസൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതങ്ങനെ തന്നെ എഴുതുക, ഇതിന് മാറ്റമൊന്നുമില്ല അല്ലേ. +1. ഇനി ഈ മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള എല്ലാത്തിനെയും ബ്രാക്കറ്റ് കൊണ്ട് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മൈനസ് ഓഫ് √9 മൈനസ് √9 മൈനസ് ഓഫ് √10 മൈനസ് √10 മൈനസ് ഓഫ് 1 -1. കണ്ടോ? ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ഇത് +√10 ആണ്, ഇത് -√10 ആണ് അല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് നോക്കി, +1ഉം -1ഉം, അപ്പോൾ അതും ക്യാൻസൽ ആവില്ലേ? അതും ക്യാൻസലായി. ഇനി ബാക്കി എന്താ ഉള്ളത്? √11 മൈനസ് √9. ഇനി √11 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതാം, മൈനസ് √9 നമുക്ക് 3 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ √11 - 3 ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവർ തമ്മിലുള്ള പെരിമീറ്ററിൻ്റെ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 10th ട്രയാങ്കിളിൻ്റെ സൈഡുകളാണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ 10th ട്രയാങ്കിളും 9th ട്രയാങ്കിളും തമ്മിലുള്ള പെരിമീറ്ററിലെ ഡിഫറൻസ് അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇതാണ് പെരിമീറ്ററിലുള്ള ഡിഫറൻസ്, അതായത് 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മൈനസ് 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും സൈഡുകൾ കിട്ടണം. അപ്പോൾ 10th ട്രയാങ്കിളിൻ്റെ സൈഡുകൾ നമുക്ക് √10 √11 √1 എന്ന് കിട്ടി. അതായത് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് എത്രാമത്തെ ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 20th ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ √21 ആയിരിക്കും അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ 9th ട്രയാങ്കിളിൻ്റെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 9th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √10 ആയിരിക്കും. പിന്നെ ബേസ് എപ്പോഴും 1 ആണെന്ന് നമുക്ക് അറിയാം അല്ലേ ഈ പാറ്റേണിൽ. അപ്പോൾ 9th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √10ഉം മറ്റേ സൈഡ് √9ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 cm ആൻഡ് √3 cm? How much more is the sum of the perpendicular sides than the hypotenuse? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കതൊന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
ഇതിനെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുക, അതായത് ഓൾട്ടിറ്റ്യൂഡിനെയും ബേസിനെയും. അത് √2 √3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ √2, ഇതിനെ നമുക്ക് √3 എന്ന് കൊടുക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് √2 √3 എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളോട് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനാണ്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്? എന്ന് വെച്ചാൽ ഈ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സമ്മ് ഈ ഹൈപ്പോട്ടന്യൂസിനേക്കാളും എത്ര മോർ കൂടുതലാണ്? ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാൽ, അതായത് √3 √2 കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ ഈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടുമല്ലോ കണ്ടുപിടിക്കുമ്പോൾ, അതിനേക്കാൾ എത്ര കൂടുതലാണെന്ന്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്കറിയാം അല്ലേ, എങ്ങനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാറ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √(base² + a² ആണ് അല്ലേ. അപ്പോൾ h = √. ഇവിടുത്തെ ബേസ് എത്രയാണ്? നമുക്കറിയാം ഇവിടെ ബേസ് √3 ആണ്, ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് √2 ആണ് അല്ലേ. അപ്പോൾ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബേസ് √3 അതിൻ്റെ സ്ക്വയർ പ്ലസ് എ എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് √2 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ അത് കണ്ടുപിടിക്കാം. h = നമ്മൾ പറഞ്ഞിരുന്നു √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 3 ആവും. അതുപോലെ √2ൻ്റെ സ്ക്വയർ എന്താണ്? √2 × √2 അത് 2 ആവും അല്ലേ. അപ്പോൾ h √5. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടിയല്ലോ. എത്ര കിട്ടി? √5. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്കത് കിട്ടി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓക്കെ ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹാവിങ് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 ആൻഡ് √3? അതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടിയത് √5. അപ്പോൾ √5 ആണ് എന്ത്? നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അടുത്ത നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് എത്ര കൂടുതലാണ് ഇതിൻ്റെ സമ്മ്, അതായത് പെർപെൻഡിക്കുലർ സൈഡുകളുടെ സമ്മ് ഈ ഹൈപ്പോട്ടന്യൂസിനേക്കാളും എത്ര കൂടുതലാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? √2 + √3 അല്ലേ, ഇതല്ലേ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇതാണ് സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മ് മറ്റേതിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? -√5 അല്ലേ. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇതിൻ്റെ സമ്മിൽ നിന്ന്, പെർപെൻഡിക്കുലർ സൈഡുകളുടെ സമ്മിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? √5, അതായത് ഹൈപ്പോട്ടന്യൂസ് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് √2ൻ്റെയും √3യുടെയും ഒക്കെ വാല്യൂ അറിയാം അല്ലേ. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എത്രയാണ് √2ൻ്റെ വാല്യൂ? √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് അല്ലേ. നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ്. 1.414 ആണ് √2ൻ്റെ വാല്യൂ. √3യുടെ വാല്യൂ ഓർമ്മയുണ്ടോ? അത് 1.732 ആണ്. ഓക്കെ, ഇത് രണ്ടും ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഇനി √2ൻ്റെ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ 1.414 എന്ന് കിട്ടും. പ്ലസ് √3യുടെ വാല്യൂ 1.732 എന്ന് കിട്ടും. ഇത് രണ്ടും പ്ലസ് ചെയ്യാം. -√5 അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. നമ്മളിപ്പോൾ ഈ ഇക്വേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, √5 അങ്ങനെ തന്നെ എഴുതി. ഇനി ഇത് രണ്ടും പ്ലസ് ചെയ്ത് നോക്കാം അല്ലേ. 1.414ൻ്റെ കൂടെ നമ്മൾ 1.732 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 + 2 6, 1 + 3 4, 7 + 4 11, ബാക്കി 11 1 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 അല്ലേ. ഈ നമ്പർ കിട്ടും. അതായത് 3.146 -√5. ഈ √5ന് നമുക്ക് വാല്യൂ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് √2ൻ്റെയും √3യുടെയും വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് ഈ √5 അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് 3.146 √5 മൈനസ് ചെയ്താൽ അത്രയും മോറായിരിക്കും എന്ത്? നമ്മുടെ ഇത് രണ്ടും പ്ലസ് ചെയ്താലുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൻസർ എഴുതിയാൽ മതി. ഇത്രയും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.